യേശുവേ നന്ദി. എൻ്റെ പേര് ജാൻ ബിജു എന്നാണ്. ആലപ്പുഴ കുതിരപ്പന്തിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ പ്രാവശ്യത്തെ ഞാൻ രണ്ടാമത്തെ ധ്യാനമാണ്. ഈ പ്രാവശ്യത്തെ എൻ്റെ അനുഭവം, ഞാനിങ്ങനെ ആരാധനയിലൊക്കെ നിൽക്കുമ്പോൾ പാറിപ്പറന്ന് നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ രക്തക്കണ്ണിൻ്റെ ജപമാല ചൊല്ലി മുട്ടുമേനൊന്ന് ചൊല്ലിയപ്പോൾ ഞാൻ ശരിക്കും തണുത്ത ഒരു മൊത്തത്തിൽ ഐസി കൊളിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ആരാധനയുടെ സമയത്ത് അഭിഷേകത്തിൽ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് മൊത്തവും അഗ്നി ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഒരു 2-3 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ അഭിഷേകത്തിൽ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നീലപ്രകാശം എന്നെ മൊത്തത്തിൽ മൂടുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ആരാധന വരുമ്പോൾ എനിക്കറിയില്ല, എന്നെ ഇങ്ങ് പറത്തിക്കൊണ്ട് പോകുമായിരുന്നു. അതിലൊക്കെ എനിക്ക് നെഗറ്റീവ് ചിന്ത വന്നപ്പോൾ ഞാൻ ബ്രദറിനോട് ചെന്ന് പറഞ്ഞു, എന്നെ ഏതോ ഒരു ശക്തി വന്നിങ്ങനെ കൊണ്ടുപോകുന്ന, അത് ഏതാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എന്നെ വല്ലാതെ ഇങ്ങനെ ഇതാക്കുന്നു, എനിക്ക് ആരാധന കൂടണ്ട, ഞാൻ റൂമിൽ പോവുക, എന്നിങ്ങനെ വലിച്ചുകൊണ്ട് പോവുക ചിന്ത. അപ്പം ബ്രദറിനോട് ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തം ഇങ്ങനെ ആനന്ദിച്ച്, എന്തെന്നറിയില്ല, ആരാധന കൂടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സ്നേഹം പിതാവിൻ്റെ സ്നേഹവും മാതൃസ്നേഹവുമായിരുന്നു. ശരിക്കും ഞാനത് അമ്മയുടെ ആ സ്നേഹം അനുഭവിച്ച്, ഈശോപ്പച്ചൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടായിരുന്നു ഞാൻ നടന്നത്. ഞാൻ കണ്ണു തുറന്നാണ് വരുന്നതെങ്കിലും എനിക്ക് ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നെങ്കിൽ ഈശോയുടെ ഇരുപവും തിരുവൂസിയും മാത്രമേ ഞാൻ കാണുന്നു, വേറൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ അനുഭവിക്കുന്നത് മൊത്തം എന്തോ ഒരു ആനന്ദം. അത് സത്യം പറഞ്ഞ ഒരു 100 കോടി 200 കോടി തന്നാൽ ആ ആനന്ദം കിട്ടത്തില്ല, ഈ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. അത്രമാത്രം ആനന്ദത്തിലൂടെ ഞാൻ ആറാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വർഗീയ അഭിഷേക ധ്യാനത്തിലൂടെ സ്വർഗീയ ആനന്ദമാണ് ഈ മകളെ കൊടുത്തത്. ഒരു ചിത്രശലഭത്തെ പോലെ പാറി പറക്കുന്ന സ്വർഗീയ അനുഭവം കൊടുത്തതിനോർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്.